ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ അദാനിയുടെ 30,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ഈ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ കരൺ അദാനി 30,000 കോടി നിക്ഷേപം പ്രഖ്യാപിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നു. അത് നിങ്ങളാണെങ്കിലും സ്വീകരിക്കും, BJP ആണെങ്കിലും സ്വീകരിക്കും. അപ്പോൾ എന്ത് സെക്ടറിലാണ് അവർ നിക്ഷേപിക്കുന്നത്? അവർ നിക്ഷേപിക്കുന്നത് എത്രമാത്രം സംസ്ഥാന താല്പര്യങ്ങൾക്ക് ഗുണകരമാണ്? ഇപ്പോൾ വിഴിഞ്ഞത്തെ കാര്യം തന്നെ എടുക്കാം. വിഴിഞ്ഞത്ത് നിന്ന് കുടിയിറക്കപ്പെട്ടവരുടെ പുനരധിവാസം നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ടേക്ക് ഓവർ അത് നിങ്ങളും ഉന്നയിച്ച ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു. അപ്പോൾ 30,000 കോടി പ്രഖ്യാപിക്കുന്നു, എന്നാൽ പോന്നോട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ നിക്ഷേപം ക്ഷണിക്കേണ്ടത്? ജിൻഡോ. അല്ല അജിംസെ, അതിലൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ചുവപ്പ് നാടയുടെ പ്രശ്നം കൊണ്ടാണ് വ്യവസായങ്ങൾ വരാതിരുന്നത്, നിക്ഷേപങ്ങൾക്ക് ഇങ്ങോട്ട് ആകർഷിക്കപ്പെടാതിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് 2 മിനിറ്റ് കൊണ്ട് K-Swift ലൈസൻസ് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു 3/4 മണിക്കൂർ നേരത്തെ പണിയാണ് ഇത്, ഞാൻ എടുത്തിട്ടുള്ളതാണ്. 2 മിനിറ്റ് കൊണ്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തത്, ഇങ്ങനെ വരുന്ന സ്ഥാപനങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞിട്ട് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ അത്തരത്തിലുള്ള ലൈസൻസുകൾ മേടിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ ലൈസൻസിങ് മൊത്തം ഫ്രീ ആക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ മദ്യ കമ്പനിക്ക് 2 മിനിറ്റ് കൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കരൺ അദാനിക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ആർക്കും ചെയ്യാം. അങ്ങനെയല്ല ഒരു വ്യവസായവും നിക്ഷേപം വരേണ്ടത്. വേണ്ടത്ര പഠനങ്ങൾ നടത്തിയിട്ട് അതിനനുകൂലമാണോ നമ്മുടെ സാഹചര്യം, നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് കൂടി അനുകൂലമായിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ വ്യവസായികളെയും നിക്ഷേപകരെ ആട്ടി ഓടിക്കുകയും അവരുടെ മേലെ കരിയോയിൽ ഒഴിക്കുകയും അവരെ വരട്ടുകയൊക്കെ ചെയ്ത് നിക്ഷേപ സൗഹൃദമല്ല എന്നുള്ളൊരു പൊതുബോധം ഈ രാജ്യത്തിന് പുറത്തേക്ക് കൊടുത്ത ഒരു സംഘടന ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ, ഞങ്ങൾ ഇനി അവസാനമായിട്ട് പോകുന്നതിന് മുമ്പ് കുറേ പേരെ കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ ഒരു ക്രെഡിറ്റ് അടിക്കാമെന്നുള്ള തിടുക്കം മാത്രമാണ്. ഈ തിടുക്കം കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ലൈസൻസ് കൊടുക്കുന്നത് മാത്രമാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സമരം ചെയ്തത് ഹാനികരമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണ് സമരം ചെയ്തത് എന്നാണ് പറയുന്നത്. മലപ്പുറത്തെ മാർബിൾ കട പൂട്ടിപ്പോകുന്നത് എന്ത് ഹാനികരമായിട്ടുള്ള ബിസിനസ് ചെയ്തിട്ടാണ്? തിരുവാർപ്പിലെ ഒരു പ്രവാസി വന്ന് ബസ് മേടിച്ചോടിക്കുന്നത് ഹാനികരമായിട്ട്, സമൂഹത്തിന് വല്ല ഹാനികരമായിട്ടുള്ള ബിസിനസ്സാണോ? മാഞ്ഞൂരിലെ ആ പ്രവാസി വ്യവസായി ഹാനികരമായ ബിസിനസ്സാണ് ചെയ്തത്. ഇനി എന്തിനാ ആന്തൂരിലെ സാജൻ ഹാനികരമായ ബിസിനസ്സാണ് ചെയ്തത്? ഒരു ഓഡിറ്റോറിയം പണിത്, ഒരു കൺവെൻഷൻ സെൻറ്റർ പണിത് ഹാനികരമായ ബിസിനസ്സാണോ? അല്ല. അപ്പോൾ ഇതിൽ മൈൻഡ് സെറ്റും കൂടി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ചുവപ്പ് നാട എന്നുള്ളത് ഭരിക്കുന്ന പാർട്ടിക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റാനായിട്ട് ശേഷിയുണ്ടാകും. ഇവിടെ ഈ സർക്കാരിന് ഇച്ഛാശക്തി ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ 2 മിനിറ്റ് കൊണ്ട് K-Swift ലൈസൻസ് കൊടുക്കുന്ന സമയത്താണ് ഈ മാഞ്ഞൂരിലെ പ്രവാസി വ്യവസായി പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ സമരം ചെയ്യേണ്ടി വരുന്നത്, ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ പലതുമുണ്ട്, അതിനെ പലതിനെയും കാണാതെ നിങ്ങൾ പറയുകയാണ്. ഇനി നിങ്ങൾ പറഞ്ഞു മാവോർ റയൻസ് കൊണ്ടുവന്നു. മാവോർ റയൻസിന്റെ പരിസമാപ്തി എങ്ങനെയാണ്? ആ പുഴ മലിനമാക്കുന്നു, ആ കാട് വെട്ടിത്തെളിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവസാനം ആരൊക്കെ കൂടിയാണ് സമരം ചെയ്തത്, എങ്ങനെയാണ് ആ സമരം അവസാനിച്ചത്? അപ്പോൾ അതിന്റെ ചരിത്രം പറയുന്നില്ല. പിന്നീട് സുശീല ഗോപാലന്റെ നേതൃത്വത്തിൽ കൊക്കോ കോള വിളിച്ചു കൊണ്ടുവന്നു. കൊക്കോ കോള പാലക്കാട് കൊണ്ടുവന്ന് അത് പൊട്ടിഘോഷിച്ചു, ഉദ്ഘാടനം നടത്തി, പ്രഖ്യാപിച്ചു. അവസാനം CPM-ന്റെ തന്നെ നേതൃത്വത്തിൽ സമരം ചെയ്ത് അത് പൂട്ടിക്കേണ്ടി വന്നു. സമാനമാണ് ഇപ്പോൾ മദ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുന്നതും. എളമരം കാര്യം വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ HMT-യുടെ കളമശ്ശേരിയിലെ കുറേ ഭൂമി വിറ്റു. എന്തൊക്കെയാണ് ഇവർ നടത്തുന്ന വ്യവസായം? പതിബൽ കമ്പനിയുടെ, ഇവിടെ MC റോഡ് പണിത പതിബൽ കമ്പനിയുടെ അതിൻ്റെ ജോലിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടായി. അതിൻ്റെ കാരണവും ഉത്തരവാദിത്വം ആർക്കാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നിക്ഷേപകരുടെയും വ്യവസായികളുടെയും വികസന പ്രോജക്റ്റുകളുടെയും ശവപ്പറമ്പായിട്ട് ഇത് മാറ്റിയപ്പോൾ ആരാച്ചാറിന്റെ പണിയെടുത്തത് CPM-ഉം CIT-യും DYFI ആണ്. ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത്, 2020 ജനുവരി 11-ാം തീയതി ശനിയാഴ്ച ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ച് നിങ്ങൾ പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്തതാണ്. 1 ലക്ഷം കോടിയുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കപ്പെട്ടു അസെന്റ് കേരളയിലൂടെ. അതിലൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി. ഷിജു എം വർഗീസ് എന്ന് പറഞ്ഞ അമേരിക്കൻ മലയാളി എവിടെന്നോ ഒരു വാടകയ്ക്ക് ഒരു കോട്ട് വിട്ട് വന്ന ഒരു അലവലാതിയെ വിളിച്ച് നിങ്ങൾ 4,000 കോടി രൂപയുടെ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതി കൊണ്ടുവരുന്നു, പ്രഖ്യാപനം നടത്തുന്നു, സ്വീകരണം കൊടുക്കുന്നു, മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അവസാനം അയാൾ കുണ്ടറയിൽ കയറി മത്സരിക്കുമ്പോൾ, നിങ്ങളുടെ മേഴ്സിക്കുട്ടി അമ്മയെ തോപ്പിക്കാൻ വേണ്ടി കുണ്ടറയിൽ മത്സരിക്കുമ്പോൾ അയാളുടെ ആസ്തി എത്രയാണെന്നറിയോ? 10,000 രൂപ. 10,000 രൂപ തികച്ചെടുക്കാൻ ഇല്ലാത്തവനെ കൊണ്ട് 4,000 കോടി രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞ് കോട്ടിട്ട് MOU ഒപ്പിടിയിക്കുന്ന പരിപാടിയുടെ പേരല്ല നിക്ഷേപ സൗഹൃദം എന്ന് പറയുന്നത്. അതിനൊക്കെ കുറച്ച് ഇച്ഛാശക്തി വേണം. സർക്കാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനും വ്യവസായിക്കും ഇടത്തരക്കാരനും എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗിന്റെ പേരും കൂടിയാണ് സർക്കാർ. അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങളൊക്കെ ഇതൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ ചുവപ്പ് നാട അഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ കേരളത്തിന്റെ പൊതുഭൂമിയിൽ ചുവപ്പ് കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ അനാവശ്യ സമരങ്ങൾ കൂടിയാണ് ഇതിൻ്റെയൊക്കെ കാരണം.